ഹലോ ഡിയേഴ്സ്, +2 ബയോളജിയുമായി ബന്ധപ്പെട്ട് A+ അല്ല അതിനപ്പുറവും നേടാവുന്ന രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് ബോട്ടണിയിൽ നിങ്ങൾ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. സോ ഇക്കോസിസ്റ്റം ആൻഡ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റിപ്രൊഡക്ഷൻ ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് സംഭവങ്ങൾ ചെയ്തിരുന്നു. ഇന്നിപ്പം ഈ ബയോടെക്നോളജി അതുപോലെ ബോട്ടണിയിലെ മറ്റ് ചാപ്റ്റേഴ്സിലോട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ സുവോളജിയിലോട്ട് കൂടി കടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം എൻ്റെ ചില തിരക്കുകൾ കാരണമാണ് വീഡിയോസിന് അതിനകത്ത് ലാഗ് വന്നത്. കാരണം നിങ്ങളുടെ ഞാൻ അതിനകത്ത് വീഡിയോസ് ചെയ്യാൻ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാന്. അപ്പം അതിനകത്ത് പക്ഷേ എൻ്റെ തിരക്കുകൾ കാരണമാണ് ഇത്തിരി ലാഗ് വന്നത്. അല്ലാണ്ട് നിങ്ങൾ അതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ആ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പം നേരെ സുവോളജിയിലോട്ട് നമ്മൾ കടക്കും. ഇന്ന് രാത്രിയൊക്കെ ആയിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്യുവാനാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നത്. നെയിം ദ മെത്തേഡ് ഇൻ വിച്ച് ഏലിയൻ DNA is directly injected into the cell, into the nucleus of animal cell. അപ്പോൾ അനിമൽ സെല്ലിലോട്ട് ഒരു അനിമലിൻ്റെ കോശത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആഗ്രഹമുള്ള ഒരു സ്വഭാവം വെക്കണമെന്ന് വിചാരിക്കുക. നമുക്ക് ആഗ്രഹമുള്ള സ്വഭാവമുള്ള ഒരു ജീവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് DNA വെക്കണ്ടേ? അപ്പോൾ DNA വെക്കുന്നതിന് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അനിമൽ സെല്ലിലോട്ട് വെക്കുന്നതിന് നമ്മൾ മൈക്രോ ഇഞ്ചക്ഷൻ എന്നാണ് പറയാറുള്ളത്. റീകോമ്പിനന്റ് DNA ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ന്യൂക്ലിയസ് ഓഫ് അനിമൽ സെൽ, അതിനെ മൈക്രോ ഇഞ്ചക്ഷൻ എന്നാണ്. പ്ലാന്റ് സെല്ലിലോട്ടാണെങ്കിൽ നമ്മൾ പൊതുവെ ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡാണ്. സെൽസ് ആർ ബൊംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൻ കോട്ടഡ് വിത്ത് എലിയൻ DNA. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ DNA എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഗോൾഡോ അല്ലെങ്കിൽ ടങ്സ്റ്റൻ പാർട്ടിക്കിളോ കോട്ട് ചെയ്യും. എന്നിട്ട് ഹൈ സ്പീഡിൽ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള പ്ലാന്റ് സെല്ലിലോട്ട് അങ്ങ് ഇടിപ്പിക്കും. അപ്പോൾ അതിലോട്ട് ഇടിച്ച് അങ്ങ് കയറിയിട്ട് അതിലോട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ന്യൂക്ലിയസിലോട്ട് അതിൻ്റെ DNAയിലോട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിക്കോളും. അത് പ്ലാന്റ് സെല്ലിലാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. എന്താ പറയുക, ബയോലിസ്റ്റിക്സ് ഒരു ജീൻ ഗൺ മെത്തേഡ്. അപ്പോൾ ജീൻ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ബൊംബാർഡ്മെൻറ്റ് നടത്താറുള്ളത്, ഇടിപ്പിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ജീൻ ഗൺ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാനും അതിനകത്തുണ്ടാകും. അതുപോലെ തന്നെ ഒരു ജീന് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു ജീവിയിലോട്ട് ചേർത്തിട്ട് അവിടെ അത് എക്സ്പ്രസ് ചെയ്യാണ് ആ പ്രോട്ടീൻ. അപ്പോൾ അങ്ങനെ വരുന്ന ആ പ്രോട്ടീൻ നമ്മൾ റീകോമ്പിനന്റ് പ്രോട്ടീൻ എന്നാണ് നമ്മൾ ചേർക്കുന്ന. നമ്മൾ പുതിയ DNA ആ ഒരു DNA അതിൽ ചേർന്ന് കഴിഞ്ഞാൽ റീകോമ്പിനന്റ് DNA എന്നല്ലേ വിളിക്കുക. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പ്രോട്ടീനുകൾ എന്താണ്, റീകോമ്പിനന്റ് പ്രോട്ടീനുകളാണ്. പിന്നെ ഇതിനകത്ത് ഒരു ബാക്ടീരിയൽ സെല്ലിനെ എങ്ങനെ DNA, നമ്മളിപ്പം പുതിയ DNA ഉണ്ടാക്കി, ഇനിയിപ്പോൾ അത് ബാക്ടീരിയയിലോട്ട് കയറ്റണമെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും, ബാക്ടീരിയയിലോട്ട് അത് എൻ്റർ ചെയ്യണമെങ്കിൽ അതിനകത്ത് കാര്യങ്ങൾ, ബാക്ടീരിയനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൈവാലന്റ് കാറ്റയോൺസിലേക്ക് കാൽഷ്യം പോലുള്ളവ കൊണ്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഐസിലോട്ട് വെക്കുക, ട്രീറ്റ് വിത്ത് ഐസ്. ദെൻ 42 ഡിഗ്രി ഹീറ്റ് ഷോക്ക് കൊടുക്കുക. പിന്നെ ചൂടാക്കുക, 42 ഡിഗ്രി ഹീറ്റിൽ വെക്കുക. ദെൻ വീണ്ടും ഐസിൽ തന്നെ തിരിച്ചു വെക്കുക. ദെൻ അപ്പം എന്ത് ചെയ്യും, അതിലെ സെല്ല് അതിന് പാകപ്പെട്ടിട്ട് DNA സെല്ലിലോട്ട് എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കിയ പുതിയ DNA സെല്ലിലോട്ട് കയറിക്കോളും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ടീരിയനെ കൊണ്ടുപോയിട്ട് കാൽഷ്യം ഡൈവാലന്റ് കാറ്റയോണായിട്ട് ട്രീറ്റ് ചെയ്യാന്നേ. പിന്നെ ഐസ് വെച്ച് കൊടുക്കുക, പിന്നെ വീണ്ടും ചൂടാക്കി കൊടുക്കുക, വീണ്ടും ഐസ് വെച്ച് കൊടുക്കുക. ബാക്ടീരിയക്ക് അത് പൊല്ലാപ്പാണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ ബാക്ടീരിയ അടിപൊളിയാവും. പിന്നെ ഇതിനകത്ത് ഇത് റീസെൻറ്റ് വന്നതാണ്. ഇതിനകത്ത് ഇപ്പം ഡെപ്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ രീതിയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ആഗ്രോബാക്ടീരിയം ടൂമിഫാഷിയൻസ് എന്താണ്, ആഗ്രോബാക്ടീരിയം ടൂമിഫാഷിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാന്റിൽ പോയിട്ട് എന്താ പറയുക, മുഴകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്തജനാണ്. അപ്പം നമ്മൾ ആ പാത്തജൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗ്രോബാക്ടീരിയം ടൂമിഫാഷിയൻസിനെ നമ്മൾ ചെടിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അത് ചെടിയിൽ പല മുഴകൾ ഉണ്ടാക്കും. എന്നിട്ട് അതിനാവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആ ട്യൂമർ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യും, ഉണ്ടാക്കിയെടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷകരമായ ആ ഒരു ഭാഗം എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല ആവശ്യമുള്ള ജീനുകൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്ലാസ്മിഡിലോട്ട് കയറ്റിയിട്ട് പ്ലാന്റിലോട്ട് കയറ്റാമല്ലോ. അപ്പം അങ്ങനെ അതിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പാത്തജൻസ് ആർ യൂസ്ഡ് എഫക്റ്റീവ്ലി ഇൻ ബയോടെക്നോളജി ടു ട്രാൻസ്ഫർ ദ DNA ഇൻ ടു ഹോസ്റ്റ് സെൽ, സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രോഗാണുക്കളെ തന്നെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അപ്പം പക്ഷേ രോഗം ഉണ്ടാക്കുന്ന സംഭവം എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നല്ല ജീനിലോട്ട് അതിലോട്ട് കയറ്റുക. എന്നിട്ട് അവരെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ പ്ലാന്റിലോട്ട് ആ നല്ല സ്വഭാവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും ഇതിനകത്ത് ആഗ്രോബാക്ടീരിയം ടൂമിഫാഷിയൻസ് എന്താണ്, എ പാത്തജൻ ഓഫ് സെവറൽ ഡൈക്കോട്ട് പ്ലാന്റ് ആണ്. ഒരുപാട് ചെടികൾ അതെന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഒരു DNA ഉണ്ട്, അതിനെ tDNA എന്നാണ് വിളിക്കുക, മനസ്സിലായില്ല? ആ tDNA എന്ത് ചെയ്യും, ഈ ചെടികളിലോട്ടൊക്കെ അത് കയറ്റി വെക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യാൻ കഴിവുണ്ട്, സാധാ സെല്ലുകൾ, ആ ചെടിയിലെ സെല്ലുകളൊക്കെ എന്താക്കി മാറ്റും, ട്യൂമർ സെല്ലുകളാക്കി മാറ്റും. എന്നിട്ട് അതിനാവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും, ഈ ട്യൂമർ സെൽസ് നിന്ന് അത് ഉണ്ടാക്കിയെടുക്കും. മനസ്സിലായില്ല? നല്ല പരിപാടിയാണല്ലോ. ഇതിനകത്ത് ഒരു ചെടിയിൽ ചെന്നിട്ട് അതിനാവശ്യമുള്ള കോശങ്ങളെ എന്ത് ചെയ്യുക, മാറ്റം വരുത്തി ട്യൂമർ സെൽസുകളാക്കിയിട്ട് അതിന് അതിനാവശ്യമുള്ള കെമിക്കലുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്ലാസ്മിഡ് ഉണ്ടല്ലോ ആഗ്രോബാക്ടീരിയത്തിലുള്ള, അത് നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യും. എന്നിട്ട് ക്ലോണിംഗ് വെക്ടറിലോട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഈ രോഗം ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ പ്ലാസ്മിഡിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു TI പ്ലാസ്മിഡ് നമ്മൾ എടുത്തിട്ട് ഒരു വെക്ടറിലോട്ട് നമ്മൾ വെക്കും.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, രോഗമുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്യും. പക്ഷേ സ്റ്റിൽ ആ പ്ലാന്റിൽ എന്തുണ്ടാക്കാൻ പറ്റും, ഇൻഫെക്റ്റ് ചെയ്യാനും അതിലോട്ട് എൻ്റർ ചെയ്യാനും അതിൻ്റെ DNA എൻ്റർ ചെയ്യാനും ഒക്കെ ഈ ഒരു TI പ്ലാസ്മിഡിന് കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഴിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള DNA എന്ത് ചെയ്യും, ആ പ്ലാന്റിലോട്ട് നമ്മൾ ചേർക്കും എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ വി ക്യാൻ യൂസ് ദ മെക്കാനിസംസ് ടു ഡെലിവർ ജീൻസ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് നമുക്ക് ആവശ്യമുള്ള. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ TI പ്ലാസ്മിഡ് എടുക്കും, ആഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസിൻ്റെ അതൊരു ക്ലോണിംഗ് വെക്ടറിലോട്ട് വെച്ചിട്ട് പ്ലാന്റിലോട്ട് വെക്കും. അപ്പോൾ പ്ലാന്റിൽ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള സ്വഭാവമുള്ള ജീനുകൾ ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടിക്കോളും. പിന്നെ ഇത് ബയോ റിയാക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫസ്റ്റ് ഈ ഒരു പിക്ചർ കാണിക്കുന്നത് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറാണ്. ഇത് ബേസ്ഡ് ഓൺ സിമ്പിൾ അജിറ്റേഷൻ അല്ലെങ്കിൽ സിമ്പിൾ മെക്കാനിക്കൽ അജിറ്റേഷൻ ആണ്. ഇവരൊരു എന്താ പറയുക, ഒരു ഇമ്പല്ലർ ഒരു കറക്കുന്ന ഒരു സാധനം ഉണ്ടാവും, അത് വെച്ചിട്ട് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് അത് കറക്കിയെടുക്കും. അപ്പോൾ അതിനകത്ത് വല്ലാണ്ട് ഹൈ എന്താ പറയുക ഓക്സിജൻ ട്രാൻസ്ഫർ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ സ്യൂട്ടബിൾ ഫോർ പ്രോസസ് വിച്ച് നീഡ്സ് ലെസ് ഇൻറ്റൻസ് മിക്സിങ്. അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് നടക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ ഈ ബയോ റിയാക്ടർ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇത് സ്പാർഗ്ഡ് സ്റ്റിറഡ് ടാങ്ക് ബയോ റിയാക്ടറാണ്. അപ്പോൾ രണ്ടും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്, സ്യൂട്ടബിൾ ഫോർ പ്രോസസ്സസ് റിക്വയറിങ് സ്റ്റാൻഡേർഡ് മെക്കാനിക്കൽ അജിറ്റേഷൻ ആൻഡ് ഓക്സിജൻ ലെവൽ. ഒരു നോർമൽ അജിറ്റേഷനും ഓക്സിജൻ ലെവലൊക്കെ വേണ്ട കേസിൽ നമുക്ക് എന്തായാൽ മതി, സിമ്പിൾ സ്റ്റിറഡ് ടാങ്ക് ബയോ റിയാക്ടർ യൂസ് ചെയ്താൽ മതി. അതിൽ ഫിക്സ്ഡ് ഗ്യാസ് ലിക്വിഡ് ഇൻ്റർഫേസ് ആണ് അതിൻ്റെ ടോപ്പിൽ. അതുപോലെ തന്നെ അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, സിമ്പിൾ സ്റ്റിറഡ് ടാങ്ക് ബയോ റിയാക്ടറാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിച്ചത് രണ്ടാമത്തത് എന്താണ്, രണ്ടാമത്തത് ഇവിടെ സ്പാർഗ്ഡ് സ്റ്റിറഡ് ടാങ്ക് ബയോ റിയാക്ടർ ആട്ടോ. ഈ സാധനം, ഈ രണ്ടാമത് കാണിക്കുന്ന ഈ സാധനം സ്പാർഗ്ഡ് സ്റ്റിറഡ് ടാങ്ക് ബയോ റിയാക്ടർ. അപ്പോൾ അതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് ബബിൾസ്, നന്നായിട്ട് തന്നെ ഓക്സിജനും ബബിൾസും കാര്യങ്ങളും വരും. അപ്പോൾ നന്നായിട്ട് മിക്സിങ്ങും കാര്യങ്ങളും ഇതിനകത്ത് നടക്കും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തത് നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ സിമ്പിൾ മെക്കാനിക്കൽ അജിറ്റേഷൻ ആണെങ്കിൽ സ്പാർഡ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറിന് എന്തുണ്ട്, അതിനകത്തെ ഫസ്റ്റത്തെ കേസിൽ നിങ്ങൾ പറയാം അതിനൊരു ജസ്റ്റ് ഒരു ഇമ്പല്ലറേ ഉള്ളൂ, ഫിസിക്കൽ മിക്സിംഗ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓക്സിജൻ ഒക്കെ. ഇത് ഫസ്റ്റ് കേസിൽ കേട്ടോ. പിന്നെ രണ്ടാമത്തെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കേസിൽ ഇതിനകത്ത് നോക്കാം, നിങ്ങൾക്ക് സ്പാർഗർ ഉണ്ട്. അത് കാരണം എന്ത് ചെയ്യും, അതിനകത്തൊരു ട്യൂബ് ഉണ്ട്, ഹോൾസ് ഉണ്ട്. ആ ട്യൂബിൽ അതിലൂടെ ഓക്സിജനൊക്കെ നല്ലോണം എന്ത് ചെയ്യാൻ പറ്റും, പമ്പ് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റിറൈൽ എയർ ബബിൾസ് ആർ സ്പാർഗ്ഡ്. അപ്പോൾ സ്പാർഗ്ഡ് സ്റ്റിറഡ് ടാങ്ക് ബയോ റിയാക്ടറിൻ്റെ ഒരു സംഭവം അതാണ്. അതിനകത്ത് നല്ലോണം ഓക്സിജനും മിക്സിങ്ങും കാര്യങ്ങളും നടക്കും. ബബിൾസ് ഇൻക്രീസ് ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ യൂസ്ഡ് ഫോർ ഹൈ ഡെൻസിറ്റി കൾച്ചേഴ്സിനൊക്കെയാണ് അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബബിൾ കൗണ്ട് വല്ലാണ്ട് കൂടുന്നതുകൊണ്ട് തന്നെ മച്ച് ലാർജർ സർഫസ് ഏരിയ, ഗ്യാസ് എക്സ്ചേഞ്ച്, ഓക്സിജൻ എക്സ്ചേഞ്ച് ഒക്കെ നല്ലോണം നടക്കും. അപ്പോൾ ഹൈ ഡെൻസിറ്റി കൾച്ചേഴ്സ്, നല്ല രീതിയിലുള്ള കൾച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് ഈ ഒരു സ്പാർഗ്ഡ് സ്റ്റിറഡ് ടാങ്ക് ബയോ റിയാക്ടർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ എന്താ വ്യത്യാസം? ആദ്യത്തത് സിമ്പിളായിട്ടുള്ള ഒരു അജിറ്റേഷൻ, സിമ്പിളായിട്ട് ഇളക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇൻറ്റൻസ് ഓക്സിജൻ ട്രാൻസ്ഫർ സംഭവങ്ങളൊന്നുമില്ല. ഒരു യൂഷ്വൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ മിക്സിംഗ് ആണ്, ഒരു ഇമ്പല്ലറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബ്ലേഡ് കാര്യങ്ങളുണ്ടാവും, ഒരു ഇമ്പല്ലർ യൂസ് ചെയ്തിട്ട് ചുമ്മാ കറക്കുക, സിമ്പിൾ അജിറ്റേഷൻ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ടോപ്പിൽ കണ്ടോ, ആ അതിനകത്ത് ബബിൾസ് ഒരുപാട് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സർഫസ് ഏരിയ ഒരുപാട് കൂടുതലുണ്ട് ടോപ്പിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പാർഗർ ഉണ്ട്. ഈ സ്പാർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഹോൾസ് ഉള്ള ഒരു ട്യൂബാണ്. അപ്പോൾ അതിലൂടെ ഓക്സിജൻ ഇങ്ങനെ പമ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലോണം മിക്സിങ് കാര്യങ്ങൾ നടക്കും. മാത്രമല്ല ഓക്സിജൻ നല്ലോണം ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഹൈ ഡെൻസിറ്റി കൾച്ചേഴ്സിന് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എളുപ്പത്തിൽ. ദെൻ എന്തിനാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, DNA നമ്മൾ എന്ത് ചെയ്യും, സെല്ലിൽ നിന്നൊക്കെ അങ്ങ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ അത് കോരിയെടുക്കും. അതിനെ സ്പൂളിംഗ് എന്നാണ് പറയുക. ഇത് DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ. DNA ഫ്രാഗ്മെൻറ്റ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ഇത് ഫ്രാഗ്മെൻറ്റ്സ് അല്ല, ഇത് പ്രസിപ്പിറ്റേറ്റഡ് DNA സെപ്പറേറ്റ് ചെയ്യുന്നത് സ്പൂളിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് നമ്മളൊരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂളായിട്ട് ടാഗ് ചെയ്തിട്ടുള്ള DNA സ്ട്രാൻഡുകളൊക്കെ നമ്മൾ പ്രോബുകൾ എന്നാണ് ഇതിനകത്ത് വിളിക്കാറുള്ളത് കേട്ടോ. അപ്പം സിംഗിൾ സ്റ്റാൻഡ് DNA ഓർ RNA ടാഗ്ഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ എന്താണ്, പ്രോബാണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ ഇതിനകത്ത് കോർ ടെക്നിക്സ് ഓഫ് ബയോടെക്നോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജെനറ്റിക് എഞ്ചിനീയറിംഗും മറ്റൊന്ന് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗുമാണ്. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ DNA ഒക്കെ കഷ്ണം മുറിച്ചിട്ട് വേറെ ജീവികളോട് ചേർക്കുക, അതിനെ തുന്നി ചേർക്കുക, ആ സംഭവങ്ങളൊക്കെ. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നടത്തണമെങ്കിലേ നമുക്ക് അണുക്കളൊന്നും മറ്റു രോഗാണുക്കളൊന്നും ഇല്ലാണ്ട് ഒരു നമ്മൾ വിചാരിച്ച ജീവിയെ തന്നെ ആ ഒരു DNA അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു, ആ ജീവിയെ വളർത്തിയെടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റ് സ്റ്റിറൈലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് വേണം. മറ്റ് രോഗാണുക്കളോ അല്ലെങ്കിൽ മറ്റ് ജീവികളോ ഒന്നും അണുബാധയൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു ജീവിയുടെ DNA എന്ത് ചെയ്യാണ്, ജീന് മാറ്റം വരുത്താണ്.
ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ നമുക്ക് വേണ്ട ജീവിയെ അവിടെ വളർത്തിയാൽ മതി. അപ്പോൾ മറ്റ് ജീവികളുടെ കണ്ടാമിനേഷനെ വളർച്ച ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരം ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2 മെത്തേഡുകൾ ഒരു DNA നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ലിലോട്ട് എത്തിക്കാം. നമ്മൾ പറഞ്ഞു, ഒന്ന് എന്ത് ചെയ്യാം, ചെറിയ നീഡിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇഞ്ചെക്ട് ചെയ്യാം ഡയറക്റ്റ്ലി ന്യൂക്ലിയസിലോട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ DNA വേറെ കൊളോയിഡ് എന്താ പറയുക ഗോൾഡ് ടങ്സ്റ്റൺ പാർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, ഒരു ജീൻ ഗൺ യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, ഹൈ സ്പീഡിൽ ഇഞ്ചെക്ട് ചെയ്യാം, ഹൈ സ്പീഡിൽ അതിനകത്ത് ബൊമ്പാർഡ് ചെയ്യാം ആ സംഭവം. പിന്നെ ഇതിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇപ്പം പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്ത് ബയോളിസ്റ്റിക്സ്, ജീൻ ഗണ്ണ്, മൈക്രോ ഇഞ്ചക്ഷന്, പിന്നെ എങ്ങനെ കോമ്പിറ്റൻ്റ് ആക്കാം ബാക്ടീരിയൽ സെല്ലിനെ, അതൊക്കെ ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറിയാണ്. ഇതൊരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും ഡീനാച്ചുറേഷന്, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ DNA സ്ട്രാൻഡിന് എന്താണ് നമ്മൾ പിരിക്കുകയാണ്. അപ്പോൾ ഡീനാച്ചുറേഷൻ, അതിൻ്റെ 2 സ്ട്രാൻഡുകളും പിരിഞ്ഞ് വരികയാണ് ഡീനാച്ചുറേഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനകത്തേക്ക് പ്രൈമർ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. ആ പ്രൈമറും ഈ ഒരു നമ്മുടെ DNA സ്ട്രാൻഡും തമ്മിൽ കൂടിച്ചേരുകയാണ് അനീലിംഗ്. പിന്നെ നമ്മൾ അതിനകത്ത് DNA പോളിമറൈസ് യൂസ് ചെയ്തിട്ട് ആ ഒരു DNA എന്ത് ചെയ്യാണ്, അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. DNA സ്ട്രാൻഡുകൾ ആഡ് ചെയ്ത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന പോളിമറൈസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ടാക്ക് പോളിമറൈസ് ആണ്. തെർമസ് അക്കോട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, 1 ബില്യൺ ടൈംസ് ഒരുപാട് കോപ്പീസ് എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. നമുക്ക് ആദ്യം ഒരു ചെറിയ DNA പീസ് ആയിരുന്നെങ്കിലും പിന്നെ നമുക്കടുത്ത് ബില്യൺ കോപ്പീസ് നമ്മളടുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം കാര്യങ്ങൾ. അപ്പോൾ അതിലെ സ്റ്റെപ്പുകളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ABC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് പോളിമറൈസ് ഏതാണ്, തെർമോസേബിൾ DNA പോളിമറൈസ്, അത് ടാക്ക് പോളിമറൈസ് ആണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ടാക്ക് പോളിമറൈസ്, ഇവിടെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇതിനകത്ത്. ഓക്കെ, ദെൻ DNA ഫ്രാഗ്മെൻറ്റ്സ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DNA ഫ്രാഗ്മെൻറ്റ്സ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് മെത്തേഡാണ്, നമുക്കറിയാം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. DNA കഷ്ണങ്ങളാക്കി നമ്മൾ DNA ഇനി അതിന് ആവശ്യമുള്ള കഷ്ണങ്ങൾ നമുക്ക് എടുക്കണമെങ്കിൽ ആ മെത്തേഡാണ് എന്ത്, അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ അതിൻ്റെ സ്ലൈഡ്, അതിൻ്റെ പിക്ചർ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, PCR യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്, ടാക്ക് പോളിമറൈസ് ആണ്. ടാക്ക് പോളിമറൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഏത് ബാക്ടീരിയ എന്നാണ് കിട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ബാക്ടീരിയൽ സെല്ല് എങ്ങനെ കോമ്പിറ്റൻ്റ് ആക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നമ്മൾ കാൽസ്യമായിട്ട് ട്രീറ്റ് ചെയ്യണം, പിന്നെ ഐസായിട്ട് ട്രീറ്റ് ചെയ്യണം, പിന്നെ 42 ഡിഗ്രി ഹീറ്റ് ഷോക്ക് കൊടുക്കണം, വീണ്ടും ഐസിലോട്ട് എത്തിക്കണം. അങ്ങനെ വരുമ്പോൾ ആ DNA എന്ത് ചെയ്തോളും, ബാക്ടീരിയയിലോട്ട് കയറിക്കോളും. ഇത് ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറിയാണ്. 3 മാർക്കിന് നിങ്ങളോട് ചോദിക്കും ഈക്കോ R1 അതിൻ്റെ നെയിമിംഗ് പ്രൊസീജിയർ എന്താണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മോളിക്കുലാർ സിസ്റ്റർ, ഒരു കട്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള DNA കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് നമ്മൾ മോളിക്യൂൾസ് അതിനകത്ത് ഇടുന്ന സാധനങ്ങളെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതിനകത്ത് അതിൽപ്പെട്ട ഒന്നാണ് ഈ ഈക്കോ R1. അപ്പോൾ ഈക്കോ R1 അതിനകത്ത് എന്തൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ പേരിടുന്നത്. എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണ് കിട്ടിയത്, ബാക്ടീരിയ, അതിൻ്റെ ജീനസ് എക്സ്കറേഷ്യ. കോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഷ്യസ് കൊളൈ. അപ്പോൾ എസ്കറേഷ്യ കൊളയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ടാണ് ഇതിനെ ഈക്കോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണോ കിട്ടിയത് ആ ബാക്ടീരിയയുടെ ജീനസ് ആണ് ഫസ്റ്റ് ലെറ്റർ വരിക. സോ ഫസ്റ്റ് ലെറ്റർ റെപ്രസെൻറ്റ് ദ ജീനസ് ഓഫ് ദി ഓർഗാനിസം, സെക്കൻഡ് ലെറ്റർ സ്പീഷീസ് ഓഫ് ദി ഓർഗാനിസം. കോ എന്ന് പറഞ്ഞാൽ കൊളൈ, അത് അതിൻ്റെ സ്പീഷ്യസ് ആണ്. പിന്നെ തേർഡ് ലെറ്റർ എന്താണ്, അത് ഏത് സ്ട്രെയിൻ നിന്നാണ് എടുത്തത്. ഇതിപ്പം RY13 എന്ന് പറയുന്ന സ്ട്രെയിൻ നിന്നാണ് എടുത്തത്, അതുകൊണ്ടാണ് ഈ 6 വന്നത്. അപ്പോൾ ഈക്കോ R1 എന്ന് പറയുന്ന കട്ടിങ്, നമ്മൾ DNA ഒക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിസറാണ്, ഒരു കത്രിക, മോളിക്കുലാർ സിസറാണ്. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുന്നു വെച്ചാൽ എസ്കറേഷ്യ കൊളയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേര് ആ രീതിയിലാണ് വരിക. ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് കിട്ടുന്നത് അതിൻ്റെ ജീനസ് ആണ് ഫസ്റ്റ്, പിന്നെ സ്പീഷ്യസ് ആണ് സെക്കൻഡ്, പിന്നെ അത് ഏത് സ്ട്രെയിൻ ആണ് എന്നുള്ളതാണ് തേർഡ് ലെറ്റർ. പിന്നെ ഫോർത്ത് വരുന്നത് റോമൻ നമ്പർ, ന്യൂമറിക്കലി അതിനകത്ത് റോമൻ നമ്പറാണ് 1 2 എന്നൊരു റോമൻ നമ്പറിൽ എഴുതണം, അല്ലാണ്ട് 1 2 ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ ഓർഡർ, അതിന് എത്രാമതാണ് അത് ഐസൊലേറ്റ് ചെയ്തത്, ഫസ്റ്റ് ആണോ ഐസൊലേറ്റ് ചെയ്തെടുത്തത്, സെക്കൻഡ് ആണോ ഐസൊലേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഈക്കോ R1 എന്താണ് ഫസ്റ്റ് ആയതുകൊണ്ട് അതിന് ഫസ്റ്റ് ഓർഡറാണ് ഇതിനകത്ത്. അപ്പോൾ ഓർഡർ ഓഫ് ഐസൊലേഷനാണ് റോമൻ നമ്പർ ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ എത്രാമതായിട്ടാണ് അത് ഐസൊലേറ്റ് ചെയ്തെടുത്തത് ആ ഒരു ജീവിയിൽ നിന്ന് എന്നുള്ള രീതിയിൽ. സോ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഐസൊലേറ്റഡ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹിന്ദി 2 ആണ്, കാണാതെ പഠിച്ചു വെച്ചോളൂ. പിന്നീട് ഇതിനകത്ത് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളാണ്. അത് 2 എണ്ണം ഉണ്ട്, റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് ഉണ്ട്, എൻഡോന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നെയിമിംഗ് പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഈക്കോ R1 പറയാം. ഇതിനകത്ത് റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, DNA സ്ട്രാൻഡിനെ അറ്റ് എൻസിൽ കട്ട് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ്. എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് സ്പെസിഫിക് സൈറ്റിൽ, അതായത് DNA ഇൻസൈഡ് കട്ട് ചെയ്യുന്നത്, ഔട്ട്സൈഡ് എൻഡിൽ കട്ട് ചെയ്യുന്നതല്ല, സ്പെസിഫിക് DNA സീക്വൻസുകളെ വിത്തിൻ ദ DNA സ്ട്രാൻഡ് കട്ട് ചെയ്യുന്നതാണ് എന്ത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അത് നമുക്ക് പറയാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട്.
പിന്നെ ഇതിനകത്ത് ബയോ റിയാക്ടേഴ്സ് ഇതിനകത്ത് കറക്റ്റ് ചൂസ് ചെയ്യാനാണ്. അതിനകത്ത് കറക്റ്റ് ഇപ്പം PCR ആംപ്ലിഫിക്കേഷനാണ്. ശരിക്കും ബയോ റിയാക്ടർ എന്തിനാണ്? കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് DNA സെപ്പറേറ്റ് ചെയ്യാനല്ല. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് സെപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പം ബയോളജിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബയോ റിയാക്ടറാണ്. അപ്പോൾ ആക്ച്വലി അത് രണ്ടുമാണ്. അപ്പോൾ അത് മാച്ചിങ് അല്ല. ഇത് PCR ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് കറക്റ്റ് പേര്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. 5 സ്റ്റാർ കാറ്റഗറിയാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ വെക്ടറാണ്. ഇതിൻ്റെ പേര് PBR322 എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ പേര് എഴുതാൻ ചോദിക്കാറുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് ഒറി എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ സെലക്ടബിൾ മാർക്കേഴ്സ് ചോദിക്കാറുണ്ട്. സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും അതുപോലെ തന്നെ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും. അപ്പോൾ ടെറ്റ് 6 ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും എന്ന് എഴുതി വെച്ചാൽ മതി. ഒറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒറി എന്ന് പറയുന്ന ഒരു സംഭവം. അവിടെ നിങ്ങൾ ആ ഒരു ഇതിനകത്ത് കണ്ടില്ലേ? ഒറി വായിക്കാൻ ആ വട്ടത്തിനകത്ത്. അപ്പോൾ ഒറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറി എന്താ സംഭവം? ഒറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. ഒറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അതിൻ്റെ റിപ്ലിക്കേഷൻ. നമ്മളിപ്പോൾ DNA അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇനി അതിൻ്റെ കോപ്പീസൊക്കെ കിട്ടണ്ടേ? അപ്പോൾ അത് ഒറിയോടനുബന്ധിച്ച് നമ്മളത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് കോപ്പീസ് കിട്ടും. അപ്പോൾ ഈ ഒറി എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ആണ്. ഒറിയുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ കോപ്പി നമ്പർ ഉണ്ടാവുക. നമുക്കിപ്പോൾ ഒരു DNA ഒരുപാട് കോപ്പീസ് കിട്ടണമെങ്കിൽ ഓരോ ഒറിക്കും പല പല കോപ്പി നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹൈ കോപ്പി നമ്പറുള്ള നല്ല കോപ്പികൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്ലാസ്മിഡ്, അത്തരം ഒറികളുള്ള പ്ലാസ്മിഡിലോട്ട് എന്ത് ചെയ്യണം? ഇത് വെക്കണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് ആ വെക്ടറിലോട്ട് വെക്കണം. അപ്പോൾ അതാണ് ഇതിനകത്ത് സംഭവം എന്ന് പറയുന്നത്. സോ ഒറി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് DNA സീക്വൻസ് ആണ്. അവരെയാണ് റിപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ടു പ്രൊഡ്യൂസ് മെനി കോപ്പീസ് ഓഫ് ദി ടാർഗറ്റ് DNA. നമുക്ക് ആവശ്യമുള്ള DNAയുടെ ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ക്ലോൺ ടു എ വെക്ടർ ഇൻ വിച്ച് ഒറി സപ്പോർട്ട് ഹൈ കോപ്പി നമ്പർ. ഹൈ കോപ്പി നമ്പർ ഉള്ള ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പ്ലാസ്മിഡിലോട്ട് അല്ലെങ്കിൽ ഒറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡിസൈഡ് DNAനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. പിന്നെ ഇതിനകത്ത് DNA ടെക്നോളജിയിലെ പല സ്റ്റെപ്പുകളാണ്. ആദ്യം നമ്മൾ DNAനെ ഐസൊലേറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത് നമ്മൾ ആ ഫ്രാഗ്മെൻറ്റുകൾ കഷ്ണങ്ങളാക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട കഷ്ണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വെക്ടറിലോട്ട് ചേർക്കണം. എന്നിട്ട് പിന്നെ അത് ഹോസ്റ്റിലോട്ട് കൊണ്ടുപോയിട്ട് അതിനകത്ത് ഇത് RDNA എന്നാണ് ഇങ്ങനെ എഴുതിയാൽ മതി. DNA കേട്ടോ. ആ DNAയിലോട്ട് എന്ത് ചെയ്യണം? ഹോസ്റ്റിൻ്റെ DNAയിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ഫൈനലി നമ്മൾ പിന്നെ അതിനെ കൾച്ചർ ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വിചാരിച്ച പ്രോഡക്റ്റുകൾ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യും. പിന്നെ അത് കഷ്ണങ്ങളാക്കും. ആ കഷ്ണങ്ങളിൽ നിന്ന് ആവശ്യമുള്ള കഷ്ണങ്ങൾ എടുക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഒരു വെക്ടറിലോട്ട് വെക്കും. ആ വെക്ടറിൽ നിന്ന് പിന്നെ അതൊരു നമുക്ക് ആവശ്യമുള്ള ജീവിയിലോട്ട് വെക്കും. ദെൻ പിന്നെ എന്ത് ചെയ്യും? ആ ജീവിനെ കൾച്ചർ ചെയ്ത് അതിൽ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് സ്റ്റെപ്പുകൾ. പിന്നെ PBR22 സെലക്ടബിൾ മാർക്കർ AMB6 നമ്മൾ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ നമ്മൾ പറഞ്ഞു. എന്താണ് ക്ലോൺ? ക്ലോൺ എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള ഒരു കൂട്ടം സെല്ലുകൾ അല്ലെങ്കിൽ ജീവികൾ, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലോണുകൾ എന്ന് പറഞ്ഞാൽ ഒരേ പതിപ്പ്, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റിക് കോപ്പി എന്നൊക്കെ പറയുന്ന രീതിയിൽ ക്ലോൺ. അപ്പം ഗ്രൂപ്പ് ഓഫ് സെൽസ് ഓർ ഓർഗാനിസംസ് ദാറ്റ് ആർ ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആൻഡ് മോർഫോളജിക്കലി സിമിലർ ടു ഈച്ച് അതർ ആൻഡ് ടു ദെയർ പാരൻറ്റ്. ഇപ്പോൾ ഒരുപോലെയുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസിനെയാണ് നമ്മൾ അത് വിളിക്കുക. പിന്നെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ RDNA റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കിയത്. അതായത് ഒരു ജീവിയിലോട്ട് വേറൊരു DNA ചേർത്തിട്ട് അങ്ങനെ ഒരു റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കി പുതിയ സ്വഭാവമൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. പിന്നെ ഇതിനകത്ത് ബയോ റിയാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി അതിനകത്ത് പറഞ്ഞു. ഇവിടെ ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രിയാണ്. അതുപോലെ pH ഒപ്റ്റിമം ആയിരിക്കണം. ഈ നമ്മൾ സാധനങ്ങൾ വളർത്തിയെടുക്കണമല്ലോ. അപ്പം ജീനൊക്കെ മാറ്റം വരുത്തി, പക്ഷേ ആ ജീവിയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അതിനെ നല്ലോണം എന്തെങ്കിലും കൾച്ചർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓക്സിജനൊക്കെ കൊടുക്കും, സബ്സ്ട്രേറ്റ് ഓക്സിജൻ, അതുപോലെ ന്യൂട്രിയൻസ് കൊടുക്കും, വിറ്റമിൻസിൻ്റെ സപ്ലൈ കൊടുക്കും, റെഗുലേറ്റഡ് സപ്ലൈ. പിന്നെ സ്റ്റെറൈൽ എൻവയോൺമെൻറ്റ് വേണം. നമുക്ക് ആവശ്യമുള്ള ജീവിയെ മാത്രം അതിനകത്ത് എന്ത് ചെയ്താൽ മതി? വളർത്തിയെടുത്താൽ മതി എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പേര് ചോദിക്കും. ഈ ആർട്ടിഫിഷ്യൽ വെക്ടർ എന്താണ്? ഇതിനകത്ത് ഐഡൻറ്റിഫൈ ദ പ്ലാസ്മിഡ് ചോദിക്കും. PBR322 ആണ്. ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് വെച്ചാൽ എസ്കറേഷ്യ കൊളയാണ്. അതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ റോപ്പിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് റോപ്പ് എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ എന്തിനാണ് റോപ്പ് യൂസ് ചെയ്യുന്നത്? റോപ്പ് യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുണ്ടാകും? റിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? റോപ്പ് കോഡ്സ് ഫോർ പ്രോട്ടീൻസ് ഇൻവോൾവ്ഡ് ഇൻ റിപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മിഡ്. മനസ്സിലായില്ലേ? അപ്പം അതാണ്. ദെൻ അപ്പോൾ റോപ്പിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പ്ലാസ്മിഡിൻ്റെ റിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോണുകൾ, അതായത് നമുക്ക് പ്രോട്ടോണുകളല്ല പ്രോട്ടീനുകൾ, നമുക്ക് ആ ഒരു വിചാരിച്ച DNA നമുക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ കോപ്പികൾ കിട്ടണ്ടേ? അപ്പം അതിൻ്റെ റിപ്ലിക്കേഷന് വേണ്ടിയിട്ട് അതിൻ്റെ റിപ്ലിക്കേഷൻ നടക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നത് ഈ റോപ്പ് ഭാഗത്താണ്. ഓക്കെ. ദെൻ ഫസ്റ്റ് ഐസൊലേറ്റഡ് എൻഡോന്യൂക്ലിയസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ഇത് അഗാറോസ് ജെല്ലി ഇലക്ട്രോഫോറസിസിൻ്റെ ഇതൊരു 5 സ്റ്റാർ കാറ്റഗറിയാണ്, മറക്കണ്ട. ഇത് അഗാറോസ് ജെല്ലി ഇലക്ട്രോഫോറസിസ് ആണ്. എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? ഇതിന്ന് DNA ഫ്രാഗ്മെൻറ്റ് കഷ്ണങ്ങൾ ഇങ്ങനെ പല പല സൈഡിലോട്ട് മാറും. അതിനകത്ത് ചാർജ് ബേസ് ചെയ്തിട്ട് DNAയുടെ വെയിറ്റും ഒക്കെ ബേസ് ചെയ്തിട്ട്. പക്ഷേ ഇതിനകത്ത് എന്താണ്? എങ്ങനെ DNA കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഥിഡിയം ബ്രോമൈഡ് ചേർക്കുക, അൾട്രാവയലറ്റ് എക്സ്പോസ് ചെയ്യുക, അൾട്രാവയലറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രൈറ്റ് ഓറഞ്ച് കളേർഡായിട്ട് കിട്ടും.
മനസ്സിലായി, DNA ഫ്രാഗ്മെന്റ്സിനെ. അപ്പോൾ സ്റ്റെയിൻഡ് യൂസിങ് എഥീഡിയം ബ്രോമൈഡ്. നമ്മൾ അഗാറോസ് ജെല്ലിൽ എന്ത് ചെയ്യും, DNA വെച്ച് കൊടുത്താൽ കഷ്ണങ്ങളായി നമുക്ക് കഷ്ണങ്ങൾ കിട്ടും. പല പല കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എഥീഡിയം ബ്രോമൈഡ് അതിലിട്ട് എന്ത് ചെയ്യുക, സ്റ്റെയിൻ ചെയ്ത് കൊടുക്കുക, കളർ അടിക്കുക. ദെൻ UV ലൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്രൈറ്റ് ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പിന്നെ ബയോലിസ്റ്റിക്സ് ജീൻ ഗൺ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹൈ വെലോസിറ്റി പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൻ ആർ കോട്ടഡ് വിത്ത് DNA അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് DNA ലൈഗേസ് എന്തിനാണ്, ചൂസ് കറക്റ്റ്ലി. DNA ലൈഗേസ് കട്ടിങ്ങിനല്ലല്ലോ, അത് എൻഡോന്യൂക്ലിയസ് ആണ്. കട്ടിങ്ങിന് ജോയിനിങ്ങിനാണ് ലൈഗേസ്, ചേർക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയ പുതിയ പാർട്ടുകളെ ചേർക്കാൻ വേണ്ടിയിട്ട്. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് ഇതിനകത്ത് കറക്റ്റ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. പിന്നെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതിലെ സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എന്തിനാണ് അത്, ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ കോപ്പി നമുക്ക് ഒരുപാട് കോപ്പികളാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PCR നടത്തുന്നത്. ദെൻ ബില്യൺസ് ഓഫ് കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും. അവിടെ ടാക്ക് പോളിമറൈസ് എൻസൈംസിന്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് ചോദിക്കും കേട്ടോ. അതായത് സീക്വൻസ് ഓഫ് ബേസ് പെയേഴ്സ് വിച്ച് റീഡ്സ് സെയിം ഓൺ ബോത്ത് സ്റ്റാൻഡ്സ് ഇഫ് ദ റീഡിംഗ് ഫ്രെയിം കെപ്റ്റ് സെയിം. അപ്പോൾ ഇത് നോക്കൂ, 5' നിന്ന് 3' എന്താ വായിക്കുന്നത്, GAATTC എന്നല്ലേ. ഇത് 5' നിന്ന് റീഡിംഗ് ഫ്രെയിം സെയിം ആയിരിക്കണം. ഇത് 5' to 3' വായിക്കുമ്പോൾ എന്താ, GAATTC അല്ലേ. ഇത് നോക്കിയേ, 5' 3' GAATTC അല്ലേ. അല്ലാണ്ട് ഇവിടുന്ന് വായിക്കരുത്, അതാണ്. അപ്പോൾ അതായത് സീക്വൻസ് ഓഫ് ബേസ് പെയേഴ്സ് ആണിത്. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, DNA ബേസുകളാണ്. വിച്ച് റീഡ് സെയിം ആയിട്ട് റീഡ് ചെയ്യും ഓൺ ബോത്ത് സ്റ്റാൻഡ്സ്, രണ്ട് സ്റ്റാൻഡിലും. എങ്ങനെ, ഇഫ് ദ റീഡിംഗ് ഫ്രെയിം എന്താണ്, കെപ്റ്റ് സെയിം ആണ്. 5' to 3' എന്ന് വായിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടുന്നും 5' to 3' വായിക്കണം, ഇവിടുന്നും 5'. ഈ റീഡിംഗ് ഫ്രെയിം ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്, അങ്ങനെ കെപ്റ്റ് സെയിം, അങ്ങനെയാണെങ്കിൽ എന്താണ്, സെയിം ആയിട്ട് വായിക്കുന്ന സീക്വൻസുകൾ. അപ്പോൾ അതിനകത്ത് ഈക്വളൈ എങ്ങനെയാണ് ന്യൂക്ലിയോടൈഡിൽ കട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള സംഭവമാണ്. അപ്പോൾ അത് ഞാനിവിടെ കട്ട് ഇവിടെ കൃത്യമായി ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ. ഈ ജിയിൽ ഇവിടെ കട്ട് ചെയ്യും, എന്നിട്ട് പിന്നെ ഇവിടെ ഈ ജിയിൽ കട്ട് ചെയ്യും, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റിക്കി എൻഡുകൾ ഇവിടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ കട്ട് ചെയ്ത് കിട്ടുമ്പം എന്താണ്, സ്റ്റിക്കി എൻഡുകൾ കിട്ടും. ഇവിടെ കുറച്ച് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും, മനസ്സിലായില്ലേ. അപ്പം ഇവിടെ ഒരു എൻഡിൽ കുറച്ച് ഒരു ഫ്രാഗ്മെൻ്റ് ഉണ്ടാവും, ഇങ്ങോട്ടേക്കും. അപ്പോൾ 2 സ്റ്റിക്കി എൻഡുകളാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ ഈ സ്റ്റിക്കി എൻഡിൻ്റെ പ്രാധാന്യം അതിനകത്ത് എന്താണ് ചോദിക്കാറുണ്ട്. സ്റ്റിക്കി എൻഡിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ജീവിയിലോട്ട് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്തിട്ട് കോംപ്ലിമെൻ്ററി ബേസ് പെയർ ആയിട്ട് അത് എന്ത് ചെയ്തോളും, അത് പെയർ ചെയ്തോളും. അപ്പോൾ ഈ സ്റ്റിക്കി ഹെൻസ് വിൽ ഹെൽപ്പ് ഇൻ പെയറിംഗ് വിത്ത് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ബേസ്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകത. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ട് അവിടെ അവർ സ്റ്റിക്കി ഹെൻസ് ഫോം ചെയ്യുക നമ്മൾ പറയുന്നുണ്ട്. വാട്ട് ആർ പ്രൈമേഴ്സ് എന്ന് ചിലപ്പം ചോദിക്കാറുണ്ട്. അത് ചെറിയ ന്യൂക്ലിയോടൈഡുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ PCR-ലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ DNA പിരിച്ചിട്ട് ചെറിയ ഒരു നമ്മളെ പ്രൈമർ ചേർത്ത് കൊടുക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ സ്മാൾ ഒലിഗോന്യൂക്ലിയോടൈഡ്സ് വിച്ച് ആർ കെമിക്കലി സിന്തസൈസ്ഡ് ആൻഡ് ദേ ആർ കോംപ്ലിമെൻ്ററി ടു DNA ബേസ് ഓഫ് ദി ഡിസൈഡ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മളിപ്പം ഒരു എന്താ പറയുക, ഒരു DNAക്ക് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ന്യൂക്ലിയോടൈഡുകളെ സിന്തസൈസ് ചെയ്യും, എന്നിട്ട് അത് വെച്ച് കൊടുക്കും, പ്രൈമർ. അപ്പോൾ ഓക്കെ, പ്രൈമർ അതാണ്. പിന്നെ അങ്ങോട്ട് DNA സിന്തസൈസ് ചെയ്ത് പോയിക്കോളും. പിന്നെ പിന്നീട് നമ്മുടെ സ്റ്റിക്കിയൻസിലോട്ട് വരുമ്പോൾ, സ്റ്റിക്കിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ ഇവിടെ ഈ ഒരു GAL ഇതിനകത്ത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് സ്റ്റിക്കിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ G ഉണ്ടാകും, പക്ഷേ ബാക്കി ഇവിടെ കണ്ടോ, ഈ TTA ഇതവിടെ ഇങ്ങനെ ബാക്കി കിടക്കും, ഇതങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ ഈ ഇത്ര എൻഡ് എന്താണ്, സ്റ്റിക്കി എൻഡാണ്. ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, മറ്റൊരു ജീവിയിലോട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് പെയർ ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, അത് ബോണ്ട് ഫോം ചെയ്തോളും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. എന്താണ് സ്റ്റിക്കി എൻഡ്സ് ഫെസിലിറ്റേറ്റ് റീകോമ്പിനേഷൻ എന്നുള്ളത്. നമുക്ക് റീകോമ്പിനേഷൻ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സ്റ്റിക്കി എൻഡ്സ് ആർ ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രെച്ചസ് ആണ്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുമ്പം ഈ ഭാഗത്ത് എന്തുണ്ടാവും, ഒരു G ഉണ്ടാവും. ബാക്കി ഇവിടെ നമുക്ക് അതിനകത്ത് CT എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു സ്റ്റിക്കി എൻഡ് ഉണ്ട്. അപ്പോൾ ഇതിനി എന്ത് ചെയ്യും, അടുത്ത ജീവിയിലോട്ട് പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഓവർ ഹാങ്ങിങ് സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രെച്ചസ് ദാറ്റ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് കോംപ്ലിമെൻ്ററി കട്ട് കൗണ്ടർ പാർട്ട്. ഇനി അത് മറ്റ് എന്താ പറയുക, അതിൻ്റെ കൗണ്ടർ പാർട്ടിലോട്ട് നമുക്ക് പെട്ടെന്ന് ചേർക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇത് ക്ലോണുകളാണ്. നിങ്ങൾക്കറിയാം, ഒരേപോലുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ ക്ലോണുകൾ എന്ന് വിളിക്കും, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വിചാരിച്ച ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യണം, അത് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്യൂരിഫൈ ചെയ്യണം, വേർതിരിച്ചെടുക്കണം, അതിലേക്ക് പ്രിസർവേറ്റീവുകൾ ചേർത്ത് കൊടുക്കണം, അത് ക്ലിനിക്കൽ ട്രയൽ ക്വാളിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്യണം, എന്നിട്ടല്ലേ ജനങ്ങളിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ബയോസിന്തറ്റിക് സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു ബയോസിന്തറ്റിക് സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്,
ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ബയോസിന്തറ്റിക് സ്റ്റേജ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഹാസ് ടു സബ്ജക്റ്റഡ് ടു സീരീസ് ഓഫ് പ്രോസസ്, ഒരുപാട് പരിപാടികളിലൂടെ കടന്നു പോകണം ബിഫോർ ഇറ്റ് ഈസ് റെഡി ഫോർ മാർക്കറ്റിംഗ്. അത് മാർക്കറ്റിങ്ങിന് എന്താവുന്നത് റെഡി ആവുന്നതിന് മുന്നേ. അപ്പോൾ അതിനകത്ത് എന്താണ്, ഇതിനകത്ത് ആ ഒരു പ്രോസസ്സിൽ പ്യൂരിഫിക്കേഷൻ ഉണ്ട്, സെപ്പറേഷൻ ഉണ്ട്, നമുക്കത് ശുദ്ധീകരിച്ചെടുക്കണം, പിന്നെ അത് വേർതിരിച്ചെടുക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് പിന്നെ ഫോർമുലേറ്റ് ചെയ്ത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ് ചേർക്കണം, ക്ലിനിക്കൽ ട്രയലുകളിലൂടെ പോകണം, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് നടത്തണം. ഇതൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പിന്നെ 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയസ് എൻസൈമുകൾ റെസ്ട്രിക്ഷൻ, നമ്മൾ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയാണ്? എക്സോ ന്യൂക്ലിയസ് ഉണ്ട്, അത് എൻഡിലാണ് കട്ട് ചെയ്യുക, DNAയുടെ 5'3' എൻഡിൽ. എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അകത്താണ് കട്ട് ചെയ്യുക, വിത്തിൻ DNA സ്ട്രാൻഡ്, കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ വിത്തിൻ DNA സ്ട്രാൻഡ്, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അഗാറാണ് യൂസ് ചെയ്യുന്ന മാട്രിക്സ്. നമ്മൾ DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ജെൽ ഇലക്ട്രോഫോറസിസിൽ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, നമ്മളതിനകത്തെ ഒരു മിനിറ്റ്, DNA നമുക്ക് എന്ത് ചെയ്യണം, DNA നമുക്ക് കഷ്ണങ്ങൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജെൽ ഇലക്ട്രോഫോറസിസിൽ വെക്കും. അവിടെ യൂസ് ചെയ്യുന്ന മാട്രിക്സ് അഗാറാണ്. അത് നിങ്ങൾ +1 അതിനകത്ത് ജെലിഡിയം ഗ്രാസിലേറിയ എന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് റെഡ് ആൽഗയുടെ സംഭവം പഠിച്ചിട്ടുണ്ടാവും. എനിവേ ഗുഡ് ക്ലോണിംഗ് വെക്ടറിന് എന്തൊക്കെ വേണം? നമുക്കൊരു ജീവിയിലോട്ട് നമുക്ക് വിചാരിച്ച DNA എന്ത് ചെയ്യണം, ചേർക്കണമെങ്കിൽ ഒരു വെക്ടർ ആവശ്യമാണ്. ആ വെക്ടറിനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ക്ലോണിംഗ് വെക്ടറിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒറി ഉണ്ടാകണം, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കർ ഉണ്ടായിരിക്കണം, നമുക്ക് റീകോമ്പിനൻറ്റും ഇനിയിപ്പോൾ ചേർന്നോ ഇല്ലയോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർക്കേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ഒരു ക്ലോണിംഗ് വെക്ടർ ആണെങ്കിൽ ഒറി വേണം, സെലക്റ്റബിൾ മാർക്കർ വേണം. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് PBR322, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലോണിംഗ് വെക്ടറാണ്. പിന്നെ ഈ സെലക്റ്റബിൾ മാർക്കർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീകോമ്പിനൻസിനെയും ജീന് ചേർന്നിട്ടുള്ള ഇപ്പം നമ്മളൊരു ജീവിയിലോട്ടൊരു DNA ചേർക്കുകയാണല്ലോ, അപ്പോൾ അത് ചേർന്നോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള മാർക്കറാണ് സെലക്റ്റബിൾ മാർക്കർ. അപ്പം അത് റീകോമ്പിനൻറ്റിനെയും നോൺ റീകോമ്പിനൻറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സെലക്റ്റബിൾ മാർക്കറിൻ്റെ ഹെൽപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ റീകോമ്പിനൻസ് ഫ്രം നോൺ റീകോമ്പിനൻസ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. കാരണം അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പറയാനേ നമുക്കിപ്പോൾ സമയമില്ല അതിനകത്ത്. അതുമാത്രമല്ല വീഡിയോ ഒത്തിരി അതിനകത്ത് നീണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് റെൻഡറിങ് കാര്യങ്ങളും അപ്ലോഡിങ് ഒരുപാട് ടൈം എടുക്കും. പിന്നെ ബയോ റിയാക്ടേഴ്സിൻ്റെ ഷോർട്ട് നോട്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്കൊക്കെ അതുപോലെ ബാക്ടീരിയൽ സെൽസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസിനൊക്കെ ലാർജ് എമൗണ്ടിൽ നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോ റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഫോർ കൾച്ചറിങ്. അത് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. പിന്നെ ഇതിനകത്ത് മെത്തേഡ്സ് ആണ്. ഏലിയൻ DNA നമ്മൾ പറഞ്ഞു, മൈക്രോ ഇഞ്ചക്ഷൻ ഉണ്ട് ആനിമൽസിലോട്ട്, ബയോളിസ്റ്റിക്സ് ജീൻ കണ്ണുണ്ട് പ്ലാന്റിലോട്ട്, പിന്നെ മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ, എൻഡോന്യൂക്ലിയസ്, എക്സോന്യൂക്ലിയസ് ഒക്കെ പറയാം. മൈക്രോ ഇഞ്ചക്ഷൻ ഞാൻ പറഞ്ഞു, ഒരു ജീവിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചെറിയ നീഡിലുകൾ ഉപയോഗിച്ചിട്ട് DNA എന്ത് ചെയ്യാണ്, നേരെ ന്യൂക്ലിയസിലോട്ട് ഇഞ്ചക്ട് ചെയ്യാണ്. ഇഞ്ചക്ട് ടു ന്യൂക്ലിയസ് ഓഫ് അനിമൽ സെൽ, ഫൈൻ നീഡിൽ. അതെല്ലാം മൈക്രോസ്കോപ്പിൻ്റെ പ്രസൻസിൽ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് സംഭവങ്ങൾ. മോളിക്കുലാർ സിസേഴ്സ് എന്താണ്, പ്രിസൈസ് കട്ടിങ്ങിനാണ് ഇത് യൂസ് ചെയ്യുക. എന്തിനാണ് ഇത് ഉപയോഗിക്കുക? മോളിക്കുലാർ സിസേഴ്സ് നമുക്ക് വേണ്ട DNA കട്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് അഗാറോസ് ജെല്ലി ഇലക്ട്രോഫോറസിസ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എലൂഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട DNA നമ്മൾ എന്ത് ചെയ്യണം, ഇനി അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറേ DNA പീസുകൾ അതിനകത്തുണ്ടല്ലോ, നമുക്ക് വേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഫ്രം അഗാറോസ് ജെല്ലി. ആ ജെല്ലിൽ നിന്ന് നമുക്ക് വേണ്ടത് കട്ട് ഔട്ട് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ എലൂഷൻ എന്ന് പറയാം. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. റെസ്ട്രിക്ഷൻ എൻസൈം EcoRI ഐസൊലേറ്റഡ് ഫ്രം എസ്കറേഷ്യ കൊളൈ എന്നാണ്, അതുകൊണ്ടാണ് ആ പേര് വന്നത് തന്നെ. പിന്നെ DNA തുന്നി ചേർക്കാൻ DNA ലൈഗേസ് ആണ്. പിന്നെ സോ നമ്മുടെ നെക്സ്റ്റ് ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഹൈ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ADA ഡെഫിഷ്യൻസി നിങ്ങൾക്കറിയാം. അഡിനോസിൻ ഡിഅമിനേസ് എന്താണ്, ജീൻ തെറാപ്പിയാണ്, മറന്നു പോകണ്ട. അപ്പോൾ അതിന് അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷി ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയും. അപ്പോൾ നമ്മൾ ജീൻ തെറാപ്പിയാണ് ഇതിൻ്റെ ചികിത്സ. പിന്നെ ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ, നമ്മുടെ മനുഷ്യൻ്റെ പ്രോട്ടീനുള്ള പാല്, അത് റോസിയാണ് ഉണ്ടാക്കുന്നത്, റോസി എന്ന് പറയുന്ന പശു. പിന്നെ എലീസ എന്താണ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ, ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. എയ്ഡ്സിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റാണ്. പിന്നെ α1 ആൻറ്റി ട്രിപ്സിൻ എന്തിനാണ്, അത് എംഫിസിമ, അതിനകത്ത് എംഫിസിമ എന്ന് പറയുന്ന അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ α1 ആൻറ്റി ട്രിപ്സിൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് ഇതെന്താണ്, നമ്മൾ ബയോടെക്നോളജിയിൽ 2 പ്ലാന്റുകളുടെ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കുന്നത്. പൊമാറ്റോ ഒക്കെ ഉണ്ടാക്കിയതല്ലോ, പൊട്ടാറ്റോയും ടൊമാറ്റോയും ചേർത്ത് അതിൻ്റെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട്, അതായത് 2 പ്രോട്ടോപ്ലാസങ്ങൾ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കുന്നതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അപ്പം അതിനകത്ത് അതുപോലെ തന്നെ അതിനെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. ഇനി ഒരേപോലുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടിഷ്യൂ കൾച്ചറൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ചെടിയിൽ നിന്ന് ചെറിയ ഒരു സെല്ല് എടുത്തിട്ട് ആയിരക്കണക്കിന് ആ ചെടിയുടെ പോലെയുള്ള എന്ത് ചെയ്യാം, ക്ലോണുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക, മൈക്രോ പ്രൊപ്പഗേഷൻ. സോമാ ക്ലോൺസ്
ക്ലോൺസ് എന്നാണ് ആ ഒരു മെത്തേഡിനെ നമ്മൾ പറയുക, അതായത് ഒരു ക്ലോണുകളെ വിളിക്കുക. ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ പ്ലാന്റ്സ് ഒബ്റ്റൈൻഡ് ബൈ മൈക്രോ പ്രൊപ്പഗേഷൻ വഴി ഒരേപോലുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കാം. അത് സോമ ക്ലോണുകൾ എന്നാണ് പ്ലാന്റുകളെ വിളിക്കുക. പിന്നെ ഇതിനകത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. 3 മാർക്ക് കിട്ടും. ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട്, രോഗങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഒന്ന് PCR ആണ്. PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റക്ട് പ്രസൻസ് ഓഫ് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ, നമുക്ക് അസുഖങ്ങൾ സിംറ്റംസ് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഡിറ്റക്ട് പ്രസൻസ് ഓഫ് വൈറസ് ഓർ ബാക്ടീരിയ ഈവൻ ബിഫോർ സിംറ്റംസ് അപ്പിയർഡ്. മനസ്സിലായില്ലേ? സിംറ്റംസ് ഒന്നും ലക്ഷണങ്ങളൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിൽ ആ ബാക്ടീരിയ ഉണ്ടോ വൈറസ് ഉണ്ടോ എന്ന് നമുക്ക് PCR ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ വൈറൽ DNA അല്ലെങ്കിൽ അതിൻ്റെ RNA നമുക്ക് എന്ത് ചെയ്യാം, കോപ്പികളെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും, ബാക്ടീരിയയുടെ DNA ഒക്കെ. ELISA അതിനകത്ത് എന്താ ചെയ്യുക, എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോസോർബൻ്റ് അസ്സേ ആണ്. അത് ആൻറ്റിബോഡി റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. മനസ്സിലായില്ല? അപ്പം നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ആൻറ്റിബോഡി എന്ത് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ആൻറ്റിബോഡി അതിനകത്ത് എന്ത് ചെയ്യും, ബ്ലഡിലുണ്ടാകും. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബോഡി ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ആൻറ്റിജനെ കോട്ട് ചെയ്തിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് ട്യൂബ് വെക്കുക. അപ്പോൾ ഈ ബ്ലഡിലെ ആൻറ്റിബോഡി എന്ത് ചെയ്യും, അവിടുത്തെ ആൻറ്റിജനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആൻറ്റിബോഡി ടെസ്റ്റ്, എയ്ഡ്സിനൊക്കെ സ്ക്രീനിങ് ടെസ്റ്റ് അതാണ് ചെയ്യാറുള്ളത്. പിന്നെ റീകോമ്പിനൻറ്റ് DNA, നമുക്ക് മ്യൂട്ടേഷനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീകോമ്പിനൻറ്റ് DNA മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. ദെൻ ഫസ്റ്റ് ട്രാൻസ്ജെനിക് ജീന് മാറ്റം വരുത്തിയ പശു ഏതാണ്? റോസിയാണ്. അതിനകത്ത് ആ ഒരു ജീന്, ആ പശുവിന് മനുഷ്യൻ്റെ പ്രോട്ടീനുള്ള പാലുണ്ടാക്കാൻ കഴിവുണ്ട്, ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ. പിന്നെ ബയോപൈറസി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിലത്തെ പ്ലാന്റുകളൊക്കെ എന്ത് ചെയ്യുക, പല കമ്പനികൾ ചൂഷണം ചെയ്തെടുത്തിട്ട് അവരുടെ പ്രൊഡക്റ്റാക്കി മാറ്റുക. അപ്പോൾ അതിനെയാണ് ബയോപൈറസി. ബസുമതി റൈസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ബസുമതി റൈസിന് എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് മൾട്ടിനാഷണൽ കമ്പനീസ് അതിൽ ചെറിയ മാറ്റങ്ങൾ ക്രോസിംഗ് ഒക്കെ വരുത്തിയിട്ട് അവരുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, പാറ്റന്റ് എടുക്കുക. അപ്പോൾ അതിനെയാണ് ബയോപൈറസി എന്ന് പറയുന്നത്, ജൈവ വൈവിധ്യം ചൂഷണം ചെയ്യുക. അതെ. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം, ഇത് ADA ഡെഫിഷ്യൻസിക്ക് ട്രീറ്റ്മെന്റ് ആണ്. RNA ഇന്റർഫറൻസ്, മെലോയിഡ് ഗൈന ഇൻകോഗ്നീഷിയാണ്. പിന്നെ ബാസില്ലസ് തുരിഞ്ചിയൻസിസ് ക്രൈജീനാണ്. അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നീട് ഇതിനകത്ത് ജീൻസ് ഓഫ് ഓർഗാനിസംസ് ക്യാൻ ബി ആൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ സച്ച് ഓർഗാനിസം. അപ്പോൾ GMO എന്താണെന്ന് ചോദിക്കാറുണ്ട്, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കണം. ഒരു ജീവിയുടെ ജീൻ എന്ത് ചെയ്യാണ്, മാറ്റം വരുത്താണ്. അത്തരം ജീവികളെയാണ് GMO, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് വിളിക്കുക. അങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, നമുക്ക് എന്താ ചെയ്യുക, ആ പ്ലാന്റിന് എന്ത് കിട്ടും, നല്ല സ്ട്രെസ്സൊക്കെ താങ്ങാനുള്ള കഴിവ് കിട്ടും. ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു അബയോട്ടിക് സ്ട്രെസ്. അപ്പോൾ കോൾഡ് അല്ലെങ്കിൽ വരൾച്ച, ഡ്രൗട്ട് അല്ലെങ്കിൽ ഹൈ സാൾട്ട് കണ്ടീഷൻ, നല്ല ഉപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ, അപ്പോൾ അതിനെതിരൊക്കെ എന്ത് കിട്ടും, പ്രതിരോധം കിട്ടും. പിന്നെ എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ, നല്ല ന്യൂട്രീഷണൽ വാല്യൂ അതിനകത്ത് എന്ത് ചെയ്യാം, വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസൊക്കെ അതിനകത്ത് വരും, ഗോൾഡൻ റൈസ്. അപ്പോൾ ന്യൂട്രീഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സിനൊന്നും യൂസ് ചെയ്യേണ്ട. ഉദാഹരണം BT കോട്ടൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ബാസില്ലസ് തുരിഞ്ചിയൻസിൻ്റെ ക്രൈജീൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ക്രൈ പ്രോട്ടീൻ ഉണ്ടാകും. ആ ക്രൈ പ്രോട്ടീന് ഏതെങ്കിലും ഇൻസെക്റ്റ് തിന്നു കഴിഞ്ഞാൽ ആ ഇൻസെക്റ്റ് എന്ത് ചെയ്തോളും, ചത്തോളും. പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട, കീടനാശിനി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനൊക്കെ പറ്റും. അതൊക്കെയാണ്. അപ്പോൾ എന്താണ്, പ്ലാന്റിന് സ്ട്രെസ്സൊക്കെ താങ്ങാനുള്ള കഴിവ് കൂട്ടാം. പ്ലാന്റിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ അതിനകത്ത് കൂടും. അതുപോലെ തന്നെ ആ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഒക്കെ ന്യൂട്രീഷണൽ വാല്യൂ കൂടും. പെസ്റ്റിസൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ക്രൈജീനിന് എക്സാമ്പിൾ പറഞ്ഞാൽ Cry1AC. ഓക്കെ, കോൺബോറർ ഇൻസെക്റ്റിൽ ഏതാണെന്ന് ചോദിച്ചാൽ Cry1AC ആണ് അതിലെ ക്രൈജീൻ. Cry1AC ഉണ്ട്, Cry2AB ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഉള്ളെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Cry1AC ആണ് ക്രൈജീൻ, കോൺബോറർ ഇൻസെക്റ്റിൽ കാണുന്നത്. കോണ് തുറക്കുന്ന പ്രാണി. ദെൻ എന്താണ് BT കോട്ടൻ്റെ മെക്കാനിസം എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു 5 സ്റ്റാർ ആണ്. BT കോട്ടൺ എന്താ ചെയ്യുക, നമ്മൾ ബാസില്ലസ് തുരിഞ്ചിയൻസിൻ്റെ ജീൻ എന്ത് ചെയ്യും, കോട്ടൺ പ്ലാന്റിലോട്ട് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ BT കോട്ടൺ പ്ലാന്റ് ഈസ് ജെനറ്റിക്കലി മോഡിഫൈഡ് ടു പ്രൊഡ്യൂസ് BT ടോക്സിൻ പ്രൊഡ്യൂസ്. അപ്പോൾ ബാസില്ലസ് തുരിഞ്ചിയൻസിൻ്റെ ജീൻ എന്ത് ചെയ്യും, നമ്മൾ എടുക്കും. എന്നിട്ട് കോട്ടൺ പ്ലാന്റിലേക്ക് എന്ത് ചെയ്യും, ചേർക്കും. അപ്പോൾ അത് BT കോട്ടനായി. ഇനി ആ കോട്ടണിൽ എന്ത് ചെയ്യും, ഈ ബാസില്ലസ് തുരിഞ്ചിയൻസിൻ്റെ ക്രൈജീൻ ഉണ്ടാവും, ക്രൈ പ്രോട്ടീൻ ഉണ്ടാവും. ഈ ക്രൈ പ്രോട്ടീൻ എന്താണ്, ഇനാക്റ്റീവാണ്. പക്ഷേ അത് ആര് വന്നിട്ട് തിന്നും, ഈ കാറ്റർപില്ലറിൻ്റെ ലാർവ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും, തിന്നും. ഈ പ്രാണികൾ വന്ന് തിന്നുമ്പോൾ അതിൻ്റെ വയറിൽ എന്താണ്, ആൽക്കലൈൻ pH ആണ്. അവിടെ എത്തുമ്പം എന്ത് ചെയ്യും, അവിടുത്തെ അത് ടോക്സിനായി മാറും. ഈ ക്രൈ പ്രോട്ടീൻ എന്തായി മാറും, ആക്റ്റീവ് ടോക്സിനായി മാറും. അപ്പം ആദ്യം എന്താണ്, പ്രോടോക്സിനാണ്, ഇനാക്റ്റീവാണ്, വിഷമൊന്നുമില്ല. അപ്പോൾ ആദ്യം എന്തുണ്ട്, ബാസില്ലസ് തുരിഞ്ചിയൻസിൻ്റെ ക്രൈജീൻ എന്താവും, അത് ആ ജീവിയിലുണ്ട്. ഇപ്പോൾ BT കോട്ടണിലുണ്ട്, ചെടിയിലുണ്ട്. പക്ഷേ അത് ഇനാക്റ്റീവാണ്, ചെടിക്ക് പ്രശ്നമില്ല.
പക്ഷേ ഇനി പ്ലാന്റ് തിന്നുമ്പോൾ അതിനകത്ത് പ്ലാന്റിനെ ഇനി വേറെ ഇൻസെക്റ്റ് തിന്നുമ്പോൾ ഇൻസെക്റ്റിൻ്റെ വയറിൽ എത്തിക്കഴിഞ്ഞാൽ എന്താവും, വയറിൽ അത് വിഷമായി മാറും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ടോക്സിനായി മാറും. അവിടുന്ന് മിഡ്ഗാർഡ്, കാരണം വയറിലെ pH കൊണ്ട് ആൽക്കലൈൻ pH കാരണമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. pH ആൽക്കലൈൻ pH മനസ്സിലായില്ല, ആൽക്കലൈൻ pH കാരണമാണ് ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോൾ അത് ആക്റ്റീവ് ടോക്സിനായി മാറുന്നത്. പിന്നെ എന്ത് ചെയ്യും, മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആ സെല്ലുകൾ എന്ത് ചെയ്യും, അപ്പോൾ വയറിലെ സെല്ലുകളായിട്ട് ഈ ടോക്സിന് ബൈൻഡ് ചെയ്യും. വയറിലെ സെല്ലുകളിലൊക്കെ ഓട്ടകൾ വരും, വെള്ളം അതിനകത്ത് ലൈസിസ് അത് പൊട്ടും, അത് കേടാകും, ഡെത്ത് വരും ഇൻസെക്റ്റിൻ്റെ. അത് എഴുതി വെക്കുക. GMO നമ്മൾ പറഞ്ഞതാണ്. GMO ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. എലി ലില്ലി സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. എലി ലില്ലി എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയത്? എലി ലില്ലി എന്ത് ചെയ്തു എന്ന് വെച്ചു, എലി ലില്ലിക്ക് അതിനകത്ത് കമ്പനി അവരെന്ത് ചെയ്തു, 2 DNA സീക്വൻസുകൾ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, എ ചെയിൻ ഇൻസുലിനിൽ എ ചെയിനും ഉണ്ട്, ബി ചെയിനും ഉണ്ട്, പിന്നെ ഒരു സി പെപ്റ്റൈഡും ഉണ്ട്. അപ്പോൾ മെച്ചുവർ ഇൻസുലിൻ ആണെങ്കിൽ അതിൽ എ ചെയിനും ബി ചെയിനും ഉണ്ടാവുക, സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ എ ചെയിൻ ഉണ്ടാക്കി, ഇവർ ബി ചെയിനും ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് ഒരു പ്ലാസ്മിഡിലോട്ട് എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഈക്കോളയുടെ പ്ലാസ്മിഡിലോട്ടാണ് അവർ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ എസ്കറേഷ്യ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിലോട്ട് എന്ത് ചെയ്തു, അവർ ലാബിൽ എ ചെയിൻ ഉണ്ടാക്കി, ഇൻസുലിൻ്റെ ബി ചെയിൻ ഉണ്ടാക്കി, അതിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ഉണ്ടാക്കി. എന്നിട്ട് അത് ഈക്കോളയുടെ പ്ലാസ്മിഡിലോട്ട് ചേർത്തു. അങ്ങനെ ഇനി ഈക്കോളയിൽ എന്തുണ്ടാവും, ആ എ ചെയിനും ബി ചെയിനും അതിനകത്ത് അവർ എന്ത് ചെയ്യും, അതിൻ്റെ പ്രോട്ടീൻ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ എ പോളിപെപ്റ്റൈഡ് ഉണ്ടാവും, ബി പോളിപെപ്റ്റൈഡ് ഉണ്ടാവും. എന്നിട്ട് ഇവർ ഇത് ഡൈസൾഫൈഡ് ബോണ്ട് വഴി രണ്ടുകൂടി ചേർത്തിട്ട് എന്ത് ചെയ്തു, ആർട്ടിഫിഷ്യലി ഇൻസുലിൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ഈക്കോളൈനെ എന്ത് ചെയ്തു, കൾച്ചർ ചെയ്തു. ഈക്കോളൈ എന്തുണ്ടാക്കി, എ ചെയിനും ബി ചെയിനും ഉണ്ടാക്കി. എ ചെയിനും ബി ചെയിനും പിന്നെ അവരെന്ത് ചെയ്തു, ഡൈസൾഫൈഡ് ബോണ്ട് വഴി ബ്രിഡ്ജ് ചെയ്തിട്ട് എന്തുണ്ടാക്കി, ഇൻസുലിൻ ഉണ്ടാക്കി. അപ്പോൾ അതാണ്. അപ്പോൾ അത് എഴുതി വെക്കുക. എലിസ എന്താണ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. പിന്നെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു പ്രോഡക്റ്റ് ഇറക്കണം. അപ്പോൾ അത് ജെനറ്റിക്കലി മോഡിഫിക്കേഷനൊക്കെ വരുത്തി പുതിയ ജീനൊക്കെ ചേർത്ത് വെച്ച ജീവിയാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ, അന്ന് ഉണ്ടാക്കുന്ന ജീവിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഇത് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അത് എത്രത്തോളം സേഫ് ആണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എവാലുവേറ്റ് സേഫ്റ്റി ഓഫ് ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ഓർഗാനിസംസ് ആൻഡ് ദെയർ പ്രോഡക്ട്സ്. അതുപോലെ തന്നെ മേക്സ് ഡിസിഷൻ റിഗാർഡിംഗ് വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. അപ്പോൾ ജെനറ്റിക് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട റിസർച്ചുകളിലൊക്കെ അത് എത്രത്തോളം വാലിഡിറ്റി, അതിനകത്ത് അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, തീരുമാനമെടുക്കുക. അവർ റിസർച്ച് പ്രോജക്റ്റ് നടത്തണോ വേണ്ടയോ എന്ന കാര്യങ്ങളിലൊക്കെ അതിനകത്ത് ഡിസിഷൻ എടുക്കുക എന്നുള്ള സംഭവം മനസ്സിലായില്ല. അതുപോലെ തന്നെ സേഫ്റ്റി ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ഇൻ ടു പബ്ലിക്. അപ്പം പ്രോഡക്റ്റുകളൊക്കെ പബ്ലിക്കിലോട്ട് എത്തുന്നതിന് മുന്നേ അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുക, അതൊക്കെയാണ് അവരുടെ പണി. പിന്നെ ADA ഡെഫിഷ്യൻസി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനാണ് അതിനകത്ത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് ക്യൂർ എന്ന് പറയുന്നത് എന്താണ്, ജീൻ തെറാപ്പി ഇൻ ഏർലി എംബ്രിയോണിക് സ്റ്റേജിലെ സെല്ലുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. പ്രോ ഇൻസുലിനും മെച്ചുവർ ഇൻസുലിനും എന്താ വ്യത്യാസം? പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിനാണ്. അതിനകത്ത് എ ചെയിനും ബി ചെയിനും സി പെപ്റ്റൈഡും ഉണ്ടാവും, ഇനാക്റ്റീവ് പ്രിക്കോസറാണ്. മെച്ചുവർ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്റ്റീവ് ഹോർമോണാണ്, അത് സി പെപ്റ്റൈഡ് ഉണ്ടാവില്ല, അത് എ ചെയിനും ബി ചെയിനും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ BT ടോക്സിനെ ഇതിനകത്ത് നിങ്ങളോട് ചോദിക്കും, ഏതാണ് ഏത് ജീനാണ് BT ടോക്സിൻ? അത് ക്രൈ ജീനാണ്. അത് തന്നെ ഇതിനകത്ത് Cry1AC ഉണ്ട്, Cry2AB ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നെയിം ദ ഓർഗാനിസം ഫ്രം വിച്ച് ജീൻ ഈസ് ഐസൊലേറ്റഡ്, അത് നിങ്ങൾക്ക് അറിയാം, ബാസില്ലസ് തുരിഞ്ചിയൻസിസ് ആണ്. പിന്നെ അതിനകത്ത് എക്സ്പ്ലെയിൻ ദി അത് മെക്കാനിസം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, BT കോട്ടൻ്റെ മെക്കാനിസം. പിന്നെ എംഫിസിമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു DNA, ഒരു പ്രോട്ടീൻ മനസ്സിലായില്ലേ? നെയിം ദ DNA റീകോമിനന്റ് DNA പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസ്ജനിക് അനിമൽ യൂസ്ഡ് ടു ട്രീറ്റ് എംഫിസിമ. അപ്പോൾ നമ്മൾ എംഫിസിമ എന്ന് പറയുന്ന ശ്വാസകോശ അസുഖം, അതിനകത്ത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും, ശ്വാസകോശത്തിൻ്റെ വാൾസ് ഡാമേജ് വരുന്നതും റെസ്പിറേറ്ററി സർഫസ് കുറയുന്നതും ഒക്കെ, അത് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ജനിക് അനിമലിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോട്ടീനാണ് α1 ആൻറ്റിട്രിപ്സിൻ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇത് BT കോട്ടൻ്റെ മെക്കാനിസമാണ്, നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് ജീൻ ട്രാൻസ്ഫർ പ്ലാന്റിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിനകത്ത് നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സിൽ. പിന്നെ ബാസില്ലസ് തുരിഞ്ചിയൻസിസ് BT കോട്ടനാണ്. പിന്നെ മെലോയിഡെഗ്ന ഇൻകോഗ്നീഷ്യ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിന് അതിനകത്ത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ RNA ഇൻ്റർഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെസ്റ്റ് റെസിസ്റ്റൻസ് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ അതിനകത്ത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. എസ്കറേഷ്യ കൊളൈ എന്താണ്, ജെനറ്റിക്കലി എഞ്ചിനീയർഡ്. ഈ കൊളയിലാണ് നമ്മൾ എന്ത് ചെയ്ത് എലി ലില്ലി പ്ലാസ്മിഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അവൻ്റെ ചെയിൻ ഉണ്ടാക്കിയിട്ട് ഈ ഇൻസുലിൻ ഉണ്ടാക്കിയത്. ടോട്ടിപ്പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് എന്ത് ചെയ്യാം, അത് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ടോട്ടിപ്പൊട്ടൻസി? അപ്പോൾ ഒരു ചെറിയ സെല്ലിൽ നിന്ന് ഒരു സെല്ല് എടുത്തിട്ട് അല്ലെങ്കിൽ
ഒരു എക്സ്പ്ലാന്റ് എടുത്തിട്ട് അതിന് മൊത്തം ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ടോട്ടിപ്പൊട്ടൻസി. എലിസയുടെ പ്രിൻസിപ്പൽ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ആണ്. ആൻറ്റിജനും ആൻറ്റിബോഡിയും റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യുന്നതാണ് അവിടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടോ എന്നുള്ളത്. അതാണ് എലിസയുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ആണ്. എലിസയുടെ ഫുൾ ഫോം എഴുതാനാണ്. വാട്ട് ഈസ് പൊമാറ്റോ, ഹൗ സയൻറ്റിസ്റ്റ് ഹാവ് ഡെവലപ്ഡ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എലിസ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുക, ആൻറ്റിജൻ കോട്ട് ചെയ്ത പ്ലേറ്റിൽ ബ്ലഡ് എന്ത് ചെയ്യുക, ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബ്ലഡിൽ എന്തുണ്ടാവും, ആൻറ്റിബോഡി ഉണ്ടാവും. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വിത്ത് എൻസൈം, അതിനകത്ത് നമുക്കൊരു എൻസൈമിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, കളർ അതിനകത്ത് കണ്ടിട്ട് നമുക്ക് അതിനകത്ത് സ്ഥിരീകരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ആണ് എലിസയുടെ പ്രിൻസിപ്പൾ. വാട്ട് ഈസ് പൊമാറ്റോ, ഹൗ സയൻറ്റിസ്റ്റ് ഡെവലപ്ഡ് ദിസ് പ്ലാന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. പൊട്ടാറ്റോയും ടൊമാറ്റോയും പ്രോട്ടോപ്ലാസ്റ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണ്. പിന്നെ ജീൻ തെറാപ്പി എന്താണെന്ന് ചോദിക്കും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, 5 സ്റ്റാർ കാറ്റഗറിയാണ്. അപ്പം ADA എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അത് കുറവാണെങ്കിൽ നമുക്ക് പ്രതിരോധശേഷി കുറയും, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, നമുക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ ADA ലിംഫോസൈറ്റുകളിൽ ഇരിക്കുന്ന ഒരു ജീനാണ്. അപ്പോൾ ADA നമ്മൾ എന്ത് ചെയ്യണം, ADA എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അതൊരു ജീൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന്, അതുപോലെ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അല്ലെങ്കിൽ ജീൻ തെറാപ്പിയൊക്കെ. ജീൻ തെറാപ്പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ലിംഫോസൈറ്റ് എടുക്കും, അതിലേക്ക് ഒരു ADA-C-DNA എന്ന് പറയുന്ന ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു DNA ചേർത്ത് കൊടുക്കും. അപ്പോൾ ആ ലിംഫോസൈറ്റിന് ഇനി ADA ഉണ്ടാക്കാൻ പറ്റും. അപ്പം പിന്നെ ആ പേഷ്യൻറ്റിന് അസുഖം ബാധിക്കില്ല. പക്ഷേ ലിംഫോസൈറ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ അവർ സമയപരിധി കഴിഞ്ഞാൽ അത് ഡെഡായി പോകും. അപ്പോൾ വീണ്ടും അത് ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. അതാണ് അതിനകത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ അതിനകത്ത് പറയാം, വരുന്നുണ്ട് ജീൻ തെറാപ്പി. പിന്നെ ഇതിനകത്ത് ഇതെന്താണ്, ട്രാൻസ്ജനിക് അനിമലാണ്. എന്താണ് ട്രാൻസ്ജനിക് അനിമൽ എന്ന് ചോദിക്കും. ഒരു അനിമലിൻ്റെ ഒരു ഓർഗാനിസത്തിൻ്റെ DNA എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, എക്സ്ട്രാ ജീൻ അതിലോട്ട് കയറ്റുക, അതിനെയാണ്. ദെൻ BT കോട്ടന് നിങ്ങൾക്കറിയാം, ക്രൈജീനാണ്. മെലോയിഡ് കോഗനീഷ്യ RNA ഇൻ്റർഫറൻസ് ആണ്. ജീൻ തെറാപ്പി എന്താണ്, ADA ഡെഫിഷ്യൻസിയാണ്. എലിസ എന്താണ്, ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് എലിസ മോളിക്കുലാർ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ എലിസയാണ്, നിങ്ങൾക്കറിയാം. പിന്നെ ജീൻ തെറാപ്പി എന്താണെന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുക, ബ്ലഡ് നിന്ന് എടുക്കുക പേഷ്യൻറ്റിൻ്റെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഫംഗ്ഷണൽ ADA-C-DNA എന്ത് ചെയ്യുക, ഒരു റെട്രോ വൈറൽ വെക്ടറിൻ്റെ പ്രസൻസിൽ ഒരു വെക്ടർ വേണം, എന്നിട്ട് ആ വെക്ടറിലോട്ട് ചേർക്കുക, അതുവഴി ലിംഫോസൈറ്റിലോട്ട് എത്തിക്കുക. അങ്ങനെ ലിംഫോസൈറ്റുകൾക്ക് എന്ത് ചെയ്യും, പിന്നെ പേഷ്യൻറ്റിലോട്ട് തന്നെ ആ ലിംഫോസൈറ്റിനെ തിരിച്ചെത്തിക്കുക. അതായത് പേഷ്യൻറ്റ് ലിംഫോസൈറ്റ് എടുക്കുക, അതിലേക്ക് നല്ലൊരു ജീന് ചേർക്കുക, തിരിച്ച് പേഷ്യൻറ്റിലേക്ക് തന്നെ വെക്കുക. അപ്പോൾ നമ്മളൊരു ക്ലോണിങ് റെട്രോ വൈറൽ വെക്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ആ ലിംഫോസൈറ്റിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വെക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞു ലിംഫോസൈറ്റുകൾ ഡെഡായി പോകുന്നുണ്ട്. പിന്നെ BT കോട്ടൻ്റെ സംഭവങ്ങൾ, പിന്നെ ഇതിനകത്ത് Cry1AC ഉണ്ട്, Cry2AB ജീനുകളുണ്ട്. അതിനകത്ത് ക്രൈജീനിന് 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം. ബാക്ടീരിയ നമ്മൾ ബാസില്ലസ് തുരിഞ്ചിയൻസിസ് നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ബാസില്ലസ് തുരിഞ്ചിയൻസിസ് അത് എന്തുകൊണ്ട് ആ ബാസില്ലസിനെ കൊല്ലുന്നില്ല, അതവിടെ ഇനാക്റ്റീവാണ്. അത് ഇൻസെക്റ്റിൻ്റെ ഇൻഡസ്ട്രിയിലെത്തുമ്പോൾ അവിടുത്തെ ആൽക്കലൈൻ pH കാരണമാണ് എന്താവുന്നത്, അത് ആക്റ്റീവ് ആകുന്നത്. അത് എഴുതി വെക്കുക മെക്കാനിസം. GMO എന്താ പറഞ്ഞിട്ടുണ്ട്, RNA ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജീനുകളെ നമ്മൾ എന്താവുക, ആ mRNA സൈലൻസ് ആക്കുക, mRNA ഇനാക്റ്റീവ് ആക്കുക, സൈലൻസിങ് ഓഫ് സ്പെസിഫിക് mRNA. അവിടെ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂൾ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ അവിടെ ആ RNA എന്ത് ചെയ്യില്ല, പിന്നെ അതിൻ്റെ mRNA ഫംഗ്ഷൻ ചെയ്യില്ല, അപ്പോൾ അതിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അത് സൈലൻസ്ഡ് ആവും എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് എഴുതി വെച്ചാൽ മതി, സൈലൻസിങ് ഓഫ് സ്പെസിഫിക് mRNA ഡ്യൂ ടു കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂൾ. പിന്നെ ബയോ റിയാക്ടേഴ്സ് നമ്മൾ പറഞ്ഞതാണ്, ട്രാൻസ്ജനിക് അനിമൽ നമ്മൾ പറഞ്ഞതാണ്, എലിസ പറഞ്ഞതാണ്. ട്രാൻസ്ജനിക് അനിമൽസിൻ്റെ യൂസ് ചോദിക്കും, നമ്മൾ ഈ ജീനൊക്കെ മാറ്റം വരുത്തിയിട്ട് മൃഗങ്ങളെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇപ്പോൾ വാക്സിൻ്റെ സേഫ്റ്റി, ഇപ്പോൾ ഒരു വാക്സിന് മരുന്നിന് വിപണിയിൽ ഇറക്കണം, അത് സേഫ് ആണോ നോക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ജനിക് അനിമൽസിനെ ഉപയോഗിക്കുക. അപ്പോൾ യൂസ്ഡ് ഫോർ ടു ടെസ്റ്റ് വാക്സിൻ സേഫ്റ്റി എന്ന് പറയാം, ടു അസുഖങ്ങളെക്കുറിച്ച് പഠിക്കാൻ, പുതിയ എലികളിലൊക്കെ പരീക്ഷ നടത്തുമല്ലോ, അപ്പോൾ അങ്ങനെ പഠിക്കുക, ടു സ്റ്റഡി ഡിസീസ്. പിന്നെ ബയോളജിക്കലി പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്ജനിക് അനിമൽസിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ alpha-1 ആൻറ്റിട്രിപ്സിനൊക്കെ പറഞ്ഞിരുന്നു. ദെൻ അനിമൽസ്, ഇത് നമ്മൾ പറഞ്ഞു ട്രാൻസ്ജനിക് അനിമൽസ് ആണ്. പിന്നെ GEAC എന്താണ് ഫംഗ്ഷനൊക്കെ നമ്മൾ പറഞ്ഞു. മൈക്രോ പ്രൊപ്പഗേഷനും ടോട്ടിപ്പൊട്ടൻസിയും. അപ്പോൾ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ വഴി ഒരു കോശം എടുത്തിട്ട് അതിൽ നിന്ന് ആയിരക്കണക്കിന് പ്ലാന്റുകൾ ഉണ്ടാക്കുക, ആ ടെക്നിക്കാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡക്ഷൻ ത്രൂ ടിഷ്യൂ കൾച്ചർ. പിന്നെ ഒരു സെല്ലിൽ തന്നെ ഒരു പ്ലാന്റ് മൊത്തം ഉണ്ടാകാനുള്ള ഒരു സെല്ലിന് കഴിവുണ്ടെങ്കിൽ ആ സെല്ലിന് നമ്മൾ ടോട്ടിപ്പൊട്ടൻസി എന്നാണ് കഴിവിനെ പറയുക. ആ സെല്ല് ടോട്ടിപ്പൊട്ടൻ്റ് സെല്ലാണ്. പിന്നെ ഇൻസുലിൻ്റെ ചെയിനുകൾ, ആ ഡയഗ്രത്തിൽ നിങ്ങൾ A ചെയിൻ B ചെയിനൊക്കെ മാർക്ക് ചെയ്യാൻ പഠിക്കുക. അവിടെ ഞാനിവിടെ ആ ഒരു ബ്ലൂ കളർ, ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളറുടെ ഞാൻ B ചെയിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അതാ B, നിങ്ങൾക്കറിയാം ഈ ഒരു പച്ച കളർ, അതിനവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ ഇതിവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ, A പെപ്റ്റൈഡ് കണ്ടോ. അപ്പോൾ A പെപ്റ്റൈഡ്, പിന്നെ B പെപ്റ്റൈഡ് കണ്ടില്ലേ, ഗ്രീൻ B പെപ്റ്റൈഡ്. പിന്നെ Aയും Bയുടെ ഇടയ്ക്ക് എന്തുണ്ട്, C പെപ്റ്റൈഡ് ഉണ്ട്, ഫ്രീ C പെപ്റ്റൈഡ്.
അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ ചോദിക്കാം, എ ഏതാണ് ബി ഏതാണെന്നൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ച് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബയോടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുകൾ. അപ്പം ഇത് രണ്ടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നേരെ സുവോളജിയിലോട്ട് പോകാം. എന്നിട്ട് പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചെയ്യാം. സുവോളജിയിൽ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. ലൈക്ക് കമൻറ്റൊക്കെ നിങ്ങളെ ഭാഗത്ത് നിന്ന് പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.